ശ്രീ മുഹമ്മദ് റിയാസ്, അങ്ങും AK ശശീന്ദ്രനും രണ്ടുപേരും കഴിഞ്ഞ 2 ദിവസമായി സംഭവസ്ഥലത്തുണ്ടായിരുന്നു. കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. 10 ദിവസത്തിന് ശേഷം ബന്ധുക്കൾക്ക് പാസ് കൊടുക്കുക എന്ന ഒരു കാര്യമെങ്കിലും അവിടെ നടന്നു. അതിനും അപ്പുറം ഇന്നിപ്പോൾ പൊടുന്നനെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നു. താൽക്കാലികമാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ബോട്ടുകളെല്ലാം കരയ്ക്ക് കയറ്റുന്നു. നാളെ പുഴയിൽ തെരച്ചിലില്ല, മറ്റന്നാളും പുഴയിൽ തെരച്ചിലില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബന്ധുക്കൾ തകർന്നിരിക്കുകയാണ്. ഇതാണോ കേരള സർക്കാർ ആവശ്യപ്പെട്ടത്? കർണാടകയുടെ രക്ഷാപ്രവർത്തന ദൗത്യം പൊടുന്നനെ അവസാനിപ്പിച്ചതിനോടുള്ള പ്രതികരണം എന്താണ്? ഡോക്ടർ അരുൺ, ഇത് ദൗർഭാഗ്യകരമാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണമെന്ന് പൊതുവേ നമ്മൾ നിശ്ചയിച്ചതാണ്. ഇപ്പോ ഡ്രഡ്ജിങ്, അതുപോലെ തന്നെ പാന്തൂണിന്റെ ഉപയോഗം, തഗ് ബോട്ട്, ഇത് മൂന്നുമായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ. ഈ സംഭവം ഉണ്ടായതിനു ശേഷം എല്ലാവരും ഒന്നിച്ചു നിന്നു. ലോകത്താകെയുള്ള മലയാളികൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അർജുനെയും മറ്റ് കാണാതായവരെയും കിട്ടണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത്. മാധ്യമ പ്രവർത്തകരും എല്ലാ പ്രയാസം അനുഭവിച്ചാണ് അവിടെ നിന്നത്. അവിടെയൊക്കെ നമുക്ക് നിരാശ വരുന്ന ഘട്ടത്തിലും എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന സാധ്യതകൾ, ആ സാധ്യതകൾ ഉപയോഗിക്കുക എന്നാണ് തീരുമാനിച്ചത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംസ്ഥാനത്താണ്. അതുകൊണ്ട് കേരളത്തിലുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ അവിടെ പോയി നിന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഭരണഘടനാപരമായി അതിന് പരിമിതികളുണ്ട്. ഇവിടുന്ന് MLA-മാർ പോയി എല്ലാ നിലയിലും അവിടെ നിന്നതാണ്. പിന്നീട് ഞങ്ങൾ മന്ത്രിമാരും പോയി. കർണാടക ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട് അധ്വാനിച്ച എല്ലാവരെയും എല്ലാ നിലയിലും ഞങ്ങൾ പിന്തുണക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിലുള്ള വിവാദത്തിനോ ഒരു തരത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാട് സ്വീകരിക്കാനോ ഞങ്ങൾ തയ്യാറാവുകയുമില്ല. എന്നാൽ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിരുന്ന് ചേർന്ന യോഗത്തിലാണ് പാന്തൂണിന്റെ കാര്യം ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. കർണാടക സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ യോഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത തീരുമാനം പിറ്റേന്ന്, അന്ന് രാത്രി 12:30 വരെ നടക്കില്ല എന്നുള്ള നിലപാടില്ല. പിറ്റേന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ നടക്കില്ല എന്ന നിലപാട് പറയുന്നു. ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു. ആ പ്രതിഷേധം അറിയിച്ചതിന്റെ ഭാഗമായി അത് വേറൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുന്നു. അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ഉറപ്പ് നൽകുന്നു. ഇന്ന് വരെ അത് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഡ്രഡ്ജിങ്ങിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. തഗ് ബോട്ടിന്റെ കാര്യവും ഉറപ്പ് നൽകിയതാണ്. ഇനി നേവൽ ബേസിന്റെ മറ്റിടങ്ങളിലെ സാധ്യതകൾ ഉപയോഗിക്കണം. ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ നേവൽ ബേസുള്ള സ്ഥലങ്ങളിലെ സാധ്യതകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാനാകും അത് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. ഇന്നിപ്പോ ഞാൻ വിജിനുമായി സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ ആരുമായിട്ടും ഒരു തരത്തിലുള്ള കൺസൾട്ടേഷൻ നടത്തിയില്ല. അവിടെ MLA-മാർ എന്നുള്ള നിലയിൽ വിജിനും ശ്രീ രാജഗോപാലും ശ്രീ അഷ്റഫും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ നടത്തണ്ടേ? ഇനി ഇന്ന് 3:30 മണിക്ക് എന്തിന്? പ്രതികൂല കാലാവസ്ഥ മുമ്പുണ്ടായതിനേക്കാൾ ഒക്കെ ഇന്ന് അനുകൂലമാണ്. ജലനിരപ്പ് കുറഞ്ഞു. എന്തിന് 3:30 മണിക്ക് ഈ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു? എന്തിനിങ്ങനെ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം? ഇതിലിപ്പോ ചെയ്യേണ്ടത്, നമ്മൾ ഈ മുന്നിൽ വെച്ച തീരുമാനമെടുത്ത് കർണാടക സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രഖ്യാപിച്ച ഈ 3 സാധ്യതകളും നടപ്പിലാക്കാൻ ഇടപെടണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ ഇടപെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി രക്ഷാദൗത്യമായിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് സാധ്യതകൾ എല്ലാ കാര്യവും ചെയ്യണം. അത് വിനീതമായി കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി മുഹമ്മദ് റിയാസ്, ഈ തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തിയിൽ നിന്ന് ഈ ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി എത്തിക്കണം, അതിന് DC അനുവാദം കൊടുക്കണമെന്നാണ് ഇപ്പോൾ MLA പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും നമുക്ക് തടസ്സമില്ലല്ലോ. 24 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ ആ മെഷീൻ നമുക്ക് അവിടെ എത്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ തന്നെ തൃശ്ശൂർ കലക്ടറുമായും ബന്ധപ്പെട്ട ആരുമായിട്ടും നമുക്ക് സംസാരിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. തൃശ്ശൂരിൽ നിന്നല്ല, ലോകത്ത് എവിടെ എന്ത് സാധ്യതയുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അത് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ. പാന്തൂണിന്റെ കാര്യം അത് അവര് തന്നെ അവസാനം പ്രഖ്യാപിച്ചല്ലോ. മീറ്റിംഗിൽ ഞങ്ങൾ തീരുമാനിച്ചു, പരസ്യമായിട്ട് പറഞ്ഞല്ലോ. തഗ് ബോട്ടിന്റെ കാര്യം, പാന്തൂണിന്റെ കാര്യവും തഗ് ബോട്ടിന്റെ കാര്യവും അതുപോലെ ഡ്രഡ്ജിങ്ങിന്റെ കാര്യവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലേ. ഒരു സർക്കാർ സംവിധാനത്തിൽ നമ്മൾ പലതും ചർച്ച ചെയ്യും, പല എക്സ്പേർട്സിനോട് അഭിപ്രായം ചോദിക്കും. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ, എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കും. അങ്ങനെയല്ലേ നമ്മളൊരു തീരുമാനം കൈക്കൊള്ളുക. അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കാതിരിക്കുന്നത് ശരിയാണോ? ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ മുഹമ്മദ് റിയാസ്. ശരിയാണ്, കർണാടക കേരള 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ മന്ത്രിതലത്തിലുള്ള ഏകോപനം ഇല്ലാതിരിക്കുക. തുടക്കം മുതൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് കാര്യമായ ഏകോപനം തുടക്കത്തിലുണ്ടായിരുന്നില്ല. ഇത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണോ എത്തേണ്ടത്? കാരണം ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ തന്നെ അങ്ങനെ ഒരു മുൻധാരണയോട് കൂടിയാണ് അവരെത്തുന്നത്, ഫീൽഡിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങളെ അത് ചിത്രീകരിക്കാൻ അനുവദിക്കുന്നു. പതിവില്ലാത്ത വിധം അവ
ലൈവ് എടുക്കാൻ പറയുന്നു. കാര്യമായ ഒരു രക്ഷാപ്രവർത്തനം ആ അർത്ഥത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ളൊരു നീക്കമായിട്ട് അത് വ്യാഖ്യാനിക്കേണ്ടി വരുമോ? ആ അർത്ഥത്തിൽ ഇത് താൽക്കാലികമെന്ന് പറയുന്നത് ഒരു മറയായി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കും. ഇനി മാധ്യമങ്ങളെല്ലാം മടങ്ങും, സ്വാഭാവികമായി മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവില്ല, രക്ഷാപ്രവർത്തനം ദുർബലമായി ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ്. അതാണോ നമ്മളിനി മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ തുടക്കത്തിലെ കുറ്റപ്പെടുത്തലിന് ഞാനെന്നല്ല, ഞങ്ങൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ കേരളത്തിലാണെന്ന് കരുതുക. കേരളത്തിലാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു മന്ത്രിക്ക് ചുമതല കൊടുത്ത് അവിടെ ക്യാമ്പ് ചെയ്യും. ഇനി ആ മന്ത്രിയുടെ മറ്റു ഉത്തരവാദിത്തം, സർക്കാർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പോവുകയാണ്, ഷിഫ്റ്റ് പോലെ അടുത്ത ആൾ വന്ന് ക്യാമ്പ് ചെയ്യും. നമ്മൾ അങ്ങനെ എത്ര കണ്ടിട്ടുണ്ട്. പ്രളയം വന്നപ്പോ, ഓക്കി വന്നപ്പോ, നിപ്പ വന്നപ്പോ, കോവിഡ് വന്നപ്പോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ ഒരു സംവിധാനം ഇവിടെ വേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ചുമതല കൊടുത്ത് മന്ത്രി അവിടെ ക്യാമ്പ് ചെയ്യുക, ആ മന്ത്രി പോകുമ്പോൾ മറ്റൊരു മന്ത്രി വന്ന് ക്യാമ്പ് ചെയ്യുക. അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നത് ഏകോപനത്തിന് ഗുണമാണ്. അല്ലാതെ ഒരു ജില്ലാ കലക്ടർ മാത്രം വിചാരിച്ചാൽ പല ജില്ലകളിലെയും പല സംസ്ഥാനങ്ങളിലെയും ഇനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും പ്രശ്നത്തെ ഏകോപിപ്പിക്കാനും ഇടപെടാനും എത്രത്തോളം സാധിക്കും? ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത്തരത്തിലൊരു ക്യാമ്പിംഗ് അവിടെ ഉണ്ടാകണമായിരുന്നു. ഇനിയും അതിന് കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു നിലപാട് സ്വീകരിക്കണം. ഇപ്പൊ എടുത്ത തീരുമാനം, രക്ഷാദൗത്യം പിൻവലിക്കാൻ വേണ്ടി ഇപ്പൊ എടുത്ത തീരുമാനത്തിൽ നിന്നും ദയവ് ചെയ്ത് കർണാടക സർക്കാർ പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മുഹമ്മദ് റിയാസ്. മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രിതലത്തിലുള്ള ഏകോപനം ഉണ്ടായില്ല, ഗുരുതരമായ വീഴ്ചയാണ്.